ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻ വീഡിയോസ് ആയിട്ട്. ഫസ്റ്റ് തന്നെ ഡെസ്ക് മേക്ക് ഓവറാണ്. നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം എല്ലാതും നമ്മളൊന്ന് ക്ലീൻ ആക്കി വെക്കുക. ഇപ്പോൾ ഡെസ്ക് ആയാലും ബെഡായാലും എല്ലാതും ഒന്ന് ക്ലീൻ ആക്കി വെക്കുക. ഇപ്പോൾ എൻ്റെ ഡെസ്ക് എന്ന് പറയുന്നത് ഞാൻ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ക്രാഫ്റ്റിൻ്റെ ഓരോ പേപ്പേഴ്സിൻ്റെ പൊടിയും പിന്നെ അതുപോലെ സ്റ്റാപ്ലർ പിൻസും പിന്നെ ഡെസ്ക് ഓർഗനൈസറിലൊക്കെ അത്യാവശ്യം നല്ല വേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി നല്ല ക്ലീൻ ആക്കി വെക്കുക. ഇങ്ങനെ വെക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനിരിക്കുമ്പോൾ എല്ലാതും ഒന്ന് പഠിക്കാതിരിക്കുമ്പോൾ നല്ലൊരു ഉന്മേഷം കിട്ടും. നമ്മൾ പിന്നെ ഈ ജേർണലിങ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഷെൽഫിലോട്ട് എടുത്ത് കയറ്റി വെക്കുക, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഇതായി നിൽക്കും കേട്ടോ. ഇതാണ് എൻ്റെ ഓർഗനൈസർ. ഇതിലാണ് ഞാൻ പെൻസിൽസ്, പെൻസ് പിന്നെ അതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ അതിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ക്യാൻവാസിൽ വെച്ചത് അതും കൂടിയും ആ സൈഡിലായിട്ടൊന്ന് വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മിനി ഫാനാണ്, അത്യാവശ്യം നല്ല കാറ്റാട്ടത്തിൽ മിനി ഫാൻ വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് തന്നെ ഒരു ബുക്ക് എടുത്തിട്ട് നമ്മൾ ബാക്ക് ടു സ്കൂൾ സപ്ലൈസിൽ ഉണ്ടാക്കിയ ഒരു ബുക്ക് മാർക്ക് അതിൻ്റെ നടുവിലായിട്ട് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് നമ്മുടെ സ്റ്റഡി ടേബിൾ എല്ലാതും ഒന്ന് ക്ലീനാക്കി ആൻഡ് നീറ്റാക്കി വെക്കുക കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് അനാവശ്യമുള്ളതൊക്കെ മാറ്റി വെക്കുക. ഇനി ബെഡ് ഏരിയ എന്ന് പറയുന്നത് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ട് എല്ലാതും ബെഡിലാണ് വെക്കുക. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് കുറച്ചുണ്ടായിട്ടുള്ളൂ. അതൊക്കെ ഒന്ന് നേരം പോലെ വെക്കുക, പേപ്പേഴ്സൊക്കെ മാറ്റി വെക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ബെഡൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീനായി നീറ്റാക്കി വെക്കുക. ആയിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് ബാഗ് പാക്കിങ് നോക്കാം. ബാഗിൽ ആദ്യം തന്നെ നമ്മൾ വെക്കേണ്ടതാണല്ലോ പൗച്ച്. അപ്പോൾ പൗച്ച് കൂടി നമ്മളൊന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പൗച്ചും കൂടി കേട്ടോ. മീഷോയിൽ ഇത് ഒരു 270 ഒക്കെ ആണ് പ്രൈസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറഞ്ഞ വിലയിലും കാണാനുണ്ട്. അപ്പോൾ ഇതിലെല്ലാതും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ആദ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പേന, പെൻസില്, കട്ട്, ഇറേസർ അങ്ങനത്തെ കുറേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആദ്യം വെക്കുക. പേനൊക്കെ വെക്കുമ്പോൾ മിനിമം ഒരു 2 പേനെങ്കിലും വെക്കാൻ നോക്കുക കേട്ടോ. മറ്റേത് നമ്മൾ ഒരു ദിവസം പോകുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ പേന മഷി കഴിഞ്ഞാൽ കൊണ്ടെടുത്ത് വെക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ചില ദിവസം നമ്മൾ മറന്നു പോകും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ട് ഒരു പേന 1 എക്സ്ട്രാ ആയിട്ട് വെക്കുക. പിന്നെ സിസേഴ്സ്, സെല്ലോ ടാപ്പ് ഇതൊക്കെ ഞാൻ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് കുറച്ച് ക്രാഫ്റ്റിൻ്റെ ഇതൊക്കെ തരുമ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് ഉണ്ടാക്കിയ ടൈം ടേബിൾ കാർഡും അതുപോലെ ടു ഡു ലിസ്റ്റും മെമോ പാഡ് അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ഓരോ സാധനങ്ങളും ഇതിലോട്ട് തന്നെ ഇറക്കി വെക്കുക. ഹൈലൈറ്റർ, പിന്നെ ഇറേസർ, കട്ടർ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമ്മളത് ഇതിൽ വെക്കുക. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ബുക്ക് മാർക്ക് ആണ് കേട്ടോ. ബാക്ക് ടു സ്കൂൾ സപ്ലീസ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം. കുറേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്കെയിലും വെക്കുക. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ നമ്മളുടെ പൗച്ച് പാക്കിങ്. ഇനി നെക്സ്റ്റ് പാക്കിംഗ് എന്ന് പറയുന്നത് എമർജൻസി പൗച്ചാണ്. എമർജൻസി പൗച്ച് ഇപ്പം ഞാൻ പാക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എമർജൻസി പൗച്ചിന് ഇങ്ങനത്തെ ഒരു പൗച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇപ്പോൾ പാക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല, അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബാൻഡേഡ്, സേഫ്റ്റി പിന്ന്, പിന്നെ അതുപോലെ ബാൻഡേജ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേണം. അപ്പോൾ നമ്മൾ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് അത്. പിന്നെ നമ്മുടെ ബാഗ് പാക്കിങ്ങിൽ നമ്മളുടെ ആദ്യം ചിലവരൊക്കെ പുതിയ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഴയ ബാഗ് ആക്കാനും. പഴയ ബാഗാണെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പൊടികളും അതൊക്കെ മാറ്റി വെക്കുക. ചിലവരൊക്കെ അത് കഴുകിയിട്ടുണ്ടാവും, അങ്ങനെയും ചെയ്യാം.
പിന്നെ നമ്മുടെ ബാക്ക് പാക്കിങ്ങിലോട്ട് വരാം. ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ബുക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കുറച്ച് ബുക്സൊക്കെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പൊതിച്ചിലൊക്കെ എല്ലാവരും ഇടണം ബുക്കിനൊക്കെ, ഞാൻ അതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ ബുക്കും ഒന്നും ഇടുക, പിന്നെ വേണമെങ്കിൽ ഡയറി സ്കൂളിൽ ഫ്രീ കിട്ടുമ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതും വെക്കാം. പിന്നെ നമ്മുടെ ബുക്ക് മാർക്സ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പൗച്ചിൽ വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ നമ്മളുടെ പൗച്ച് അടുത്ത ജിബിലൊക്കെ ആയിട്ട് വെക്കുക. പിന്നെ നമ്മുടെ എമർജൻസി പൗച്ച് മറക്കാതെ തന്നെ ബാഗിൽ വെക്കുക. ഞാൻ എന്തായാലും എമർജൻസി പൗച്ച് പാക്ക് ചെയ്യുന്നത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നല്ല ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. June 4th ഒക്കെ ആയിട്ടാണ് ഞാൻ അത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ എല്ലാവരും നോക്കുക. പിന്നെ നമ്മൾ ഇന്ന് വരുന്നത് സ്ലീപ്പിൻ്റെ കാര്യത്തിലാണ്. സ്ലീപ്പ് എന്ന് പറയുന്നത് എല്ലാവരും രാത്രി ലൈറ്റൊക്കെ കെടുത്തി പോയാലും എല്ലാവരും സിനിമയൊക്കെ കണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ബാക്ക് അടിച്ചിട്ട് ക്ലോക്കിൽ ഞെക്കിയിട്ട് അലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അലാം നിങ്ങൾ മാസേ പോകുന്ന കുട്ടികളാണെങ്കിൽ 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് നീക്കും, അല്ലാത്തവർ 6 മണിയാകുമ്പോഴത്തേന് അലാം വെക്കുക. എന്നിട്ട് നേരെ ഓഫാക്കിയിട്ട് ടാബൊക്കെ എടുത്ത് വെച്ച് നേരം പോലെ ഗുഡ് സ്ലീപ്പായിട്ട് കിടന്നുറങ്ങുക. ആദ്യം തന്നെ സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ ക്ലാസ് റൂമിൽ പോയി ഉറക്കം തോന്നാൻ തരും. ഇനി നെക്സ്റ്റ് വരുന്നത് ടു ഡു ലിസ്റ്റാണ്. ഇത് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ബാക്ക് പാക്കിംഗ് ചെക്ക് ലിസ്റ്റും പിന്നെ അതുപോലെ മോർണിംഗ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൂടെ എഴുതി വെക്കുന്നൊരു ടു ഡു ലിസ്റ്റാണ്. ഇത് എഴുതിയിട്ട് നമ്മുടെ ടാബിൽ തന്നെ വെച്ചേക്കുക. വാളിലൊക്കെ വെച്ചതിന് ഇടയ്ക്ക് നമ്മളത് നോക്കാൻ മറന്നു പോകും. ടാബിലാണെങ്കിൽ നമ്മൾ വരുമ്പോൾ തന്നെ അത് കാണുമ്പോൾ നമ്മളെല്ലാതും നോക്കുക. അത് അതിലേക്ക് എല്ലാതും ഒന്ന് എഴുതി വെക്കുക. പിന്നെന്താ, എല്ലാവരുടെയും ക്ലാസ്സൊക്കെ തുടങ്ങിയോ? എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർക്ക് പാഠങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് പാക്കിലെ ചെക്ക് ലിസ്റ്റിൽ ടൈം ടേബിൾ നോക്കുന്നതും അതുപോലെ മോർണിംഗ് റൂട്ടീനിലാട്ടോ ടൈം ടേബിൾ നോക്കുന്നതും പിന്നെ അയണൊക്കെ ചെയ്യുന്നതൊക്കെ എഴുതി വെക്കാവുന്നതാണ്. ഞാനിതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ടാബിൽ തന്നെ പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ 2 എഴുതിയിട്ട് നമ്മൾ ടാബിൽ തന്നെ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത്. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും